4/3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2/3. ഇതിൻ്റെ വില കണ്ടെത്തണം. നമുക്ക് ആദ്യം ഡിവിഷൻ ചെയ്യണം. ഈ ഡിവിഷൻ ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഡിവിഷൻ ഇൻറ്റു ആക്കാം. ഏത് സംഖ്യയുടെ അടിയിലും ഒരു 1 ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് 4 ഡിവൈഡഡ് ബൈ 3 ഈ ഡിവിഷനെ നമുക്കങ്ങ് ഇൻറ്റു ആക്കാം. ഇൻറ്റു ആക്കി. അപ്പോൾ ഇൻറ്റു ആയി കഴിഞ്ഞാൽ അതിന് ശേഷം കിടക്കുന്ന സംഖ്യ 4/1 അതിനെ അങ്ങ് തിരിക്കണം. അത്രയേ ഉള്ളൂ. തിരിച്ച് പിന്നെ പ്ലസ് അപ്പുറത്ത് ആരുണ്ട് 2/3. ഈ 4 കട്ട്. അപ്പോൾ പിന്നെ ഇവിടെ എത്ര വരുന്നത്? 1/3 വരും. 1/3 പ്ലസ് അപ്പുറത്താരുണ്ട് 2/3. രണ്ടിൻ്റെ ഛേദം സെയിം ആണ്. അങ്ങനെ ഒരു ഛേദം എഴുതാം. നമുക്ക് രണ്ട് സംഖ്യകളുടെ ഛേദം സെയിം ആണ്, ഒരു ഛേദം എഴുതാം. 1 + 2 ന്യൂമറേറ്ററിൽ കൂടി സഞ്ചരിക്കാം. അപ്പോൾ 1 + 2 3 കിട്ടും. 3/3 നമുക്ക് എത്ര കിട്ടും? ഉത്തരം 1. അപ്പോൾ ഓപ്ഷൻ എ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്ന് 15-മതും മുന്നിൽ നിന്ന് 16-മതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? അപ്പോൾ ഒരു വരിയിൽ ഒരാളുണ്ട്, ഒരാളുടെ രണ്ട് സൈഡിൽ നിന്നുള്ള സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ കണ്ടെത്താൻ കഴിയും. ടോട്ടൽ കണ്ടെത്താൻ ലെഫ്റ്റ് റൈറ്റും രണ്ട് സൈഡിൽ നിന്നുള്ള സ്ഥാനങ്ങൾ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതിയാവും. അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ മുന്നിൽ നിന്ന് 15-മതും പിന്നിൽ നിന്ന് 15-മതും മുന്നിൽ നിന്ന് 16-മതുമാണ്. അതായത് രണ്ട് സൈഡിൽ നിന്നുള്ള സ്ഥാനം 15ഉം 16ഉമാണ്. കൂട്ടുക 1 കുറച്ചേക്കുക. 15 16 കൂട്ടിയ 31. 1 കുറച്ചാൽ 30 ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ എന്ന ചോദ്യം. ഇപ്പം 4, 10, 28, 82 ഡാഷ്. നമുക്ക് ആദ്യം ഇവമുള്ള വ്യത്യാസം ചുമ്മാ എടുക്കാം. 4 10 4 എത്ര? 6. 28 10 പോയ 18 ആണ്. 82 28 പോയ 82 പോയ എത്ര? 8 4 12. 7 2 5. അപ്പോൾ അടുത്ത സംഖ്യ ആരാന്ന് കിട്ടിയാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. 6 18 54. ഇതെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. 6 × 3 18. 18 × 3 54. അങ്ങനെയാണെങ്കിൽ 54 × 3 അടി. 54 × 3 എന്ന് പറഞ്ഞാൽ 4 12 ഇഷ്ടമൊന്ന്, 3 15 1 16. 162 എന്ന് കിട്ടും. ഇവിടെ 6നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18. 18നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 54 കിട്ടും. 54നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 162 കിട്ടും. അങ്ങനെയാണെങ്കിൽ 82 162 കൂടെ ആഡ് ചെയ്യാം. 8 2 2 4 8 6 14 1 2 244. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി. ഓക്കെ, ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത്? ജില്ലാ, സംസ്ഥാനം, പഞ്ചായത്ത്, വീട്ട് നമ്പർ. എന്തായാലും ഇതിനകത്ത് ഏറ്റവും വലിയ അളവ് സംസ്ഥാനമാണ്. അപ്പോൾ സംസ്ഥാനം ആദ്യം നിൽക്കുന്നതോ അവസാനം നിൽക്കുന്നതോ ആയ വാക്ക് നോക്കാം. അപ്പോൾ സംസ്ഥാനം ഇതിനകത്ത് ആദ്യം നിൽപ്പുണ്ട്. അപ്പോൾ സംസ്ഥാനം, അത് കഴിഞ്ഞിട്ട് ജില്ല, അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത്, അത് കഴിഞ്ഞിട്ട് വീട്ട് നമ്പർ. കറക്റ്റല്ലേ? അതല്ലേ ഓർഡർ? ഇപ്പോൾ നിങ്ങൾക്കൊരു കത്ത് വരുന്നത് ഇന്ത്യക്ക് അല്ല കേരളത്തിന് പുറത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഏത് സംസ്ഥാനമാണെന്ന് നോക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സംസ്ഥാനത്തിലെ ഏത് ജില്ലയാണെന്ന് നോക്കുന്നത്, ജില്ലയിൽ ഏത് പഞ്ചായത്താണെന്ന് നോക്കുന്നത്, പഞ്ചായത്തിൽ ഏത് വീടാണെന്ന് നോക്കുന്നത്. ശുഭം, അതല്ലേ ഓർഡർ? അപ്പോൾ ഓപ്ഷൻ സി. ഓസ്കാർ സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ബുക്കർ പ്രൈസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബുക്കർ പ്രൈസ് അപ്പം സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടത്. ഓപ്ഷൻ എ. ഓക്കെ, അടുത്തത് 10ൻ്റെ സ്ക്വയർ 100. 10ൻ്റെ സ്ക്വയർ 100 നടക്കുന്നത്. അപ്പോൾ 100ൻ്റെ സ്ക്വയർ. അപ്പോൾ 100ൻ്റെ സ്ക്വയർ എത്ര വരും? 100ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 × 100. അപ്പോൾ 1 എഴുതിയിട്ട് 4 0 ഇട്ട് കൊടുക്കണം. 10,000. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി. ഓക്കെ, ഇനി അടുത്ത വ്യത്യസ്തമായത് ഏത്? ചതുരം, ത്രികോണം, സമാന്തരികം, സാമാന്തരികം, ലംബകം. ഏതാ? ത്രികോണം തന്നെ. എന്തുകൊണ്ട്? ചതുരത്തിന് 4 വശങ്ങളുണ്ട്, ത്രികോണത്തിന് 3 വശങ്ങളാണ് ഉള്ളത്, സാമാന്തരികത്തിന് 4 വശമുണ്ട്, ലംബകത്തിന് 4 വശങ്ങളുണ്ട്. ത്രികോണത്തിന് 3 വശമല്ലേ ഉള്ളൂ. അപ്പോൾ അയാൾ ഒറ്റപ്പെട്ടില്ലേ? ഓപ്ഷൻ ബി, ത്രികോണം. മകളുടെ വയസ്സിൻ്റെ അടുത്ത ക്വസ്റ്റ്യനാണ്. മകളുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ 2 പേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ എടുക്കാം, അല്ലെങ്കിൽ എക്സ് ഉപയോഗിച്ച് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം മകളുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. അപ്പം മകളുമുണ്ട്, സുനിതയുണ്ട്. ഇപ്പം മകൾ സുനിത. മകളുടെ വയസ്സ് എക്സ് ആണെങ്കിൽ സുനിതയുടെ വയസ്സ് നമുക്ക് 5x എന്ന് വിളിക്കാൻ പറ്റും. എന്തുകൊണ്ട് അങ്ങനെ? കാരണം മകളുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സെന്ന് പറയുന്നു. അപ്പോൾ ഇതാ കഥ. അതായത് മകള് എക്സ് എന്ന് വിളിക്കുന്നു, സുനിതയുടെ വയസ്സ് അപ്പോൾ 5x ആയിരിക്കും. ഓക്കെ, 2 വർഷം കഴിയപ്പം ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്ക്. 2 വർഷം കഴിയപ്പം ആഫ്റ്റർ 2 ഇയർ
2 വർഷം കഴിയുമ്പോൾ ഈ 2 പേർക്കും 2 വയസ്സ് കൂടുതലായിരിക്കും. അതായത് ഇദ്ദേഹത്തിന് x+2 വരും, ഇദ്ദേഹത്തിന് 5x + 2 വരും. ഓക്കെ, 2 വർഷം കഴിഞ്ഞാൽ 2 പേരുടെയും വയസ്സുകളുടെ തുക 40 ആവും. ഇത് രണ്ടും കൂടെ കൂട്ടപ്പോൾ 40 ആവുമെന്ന് നമുക്കൊന്ന് കൂട്ടാം. x+2 + 5x + 2 കൂട്ടപ്പം 40 കിട്ടും. ഈ 5x x കൂടെ കൂട്ടാം 6x, 2 2 കൂടെ കൂട്ടാം 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അങ്ങനെയാണെങ്കിൽ 6x ദാറ്റ് ഈസ് ഈക്വൽ ടു 40 - 4. അപ്പോൾ 6x 40 4 എത്ര 36. അപ്പോൾ എക്സോ 36/6 6. അപ്പോൾ എക്സിൻ്റെ വില 6. എന്തോ നമുക്ക് ചോദ്യം സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സാണ്. സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് 5x ആണല്ലോ. അതായത് 5 × എക്സിൻ്റെ വില 6, 5 6 30. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CXB EVD GTF, CXB EVD GTF നമുക്ക് എല്ലാത്തിൻ്റെ ആദ്യത്തെ ലെറ്റർ എത്രാമത്തെ ലെറ്ററാണെന്ന് ചുമ്മാ നോക്കിപ്പാം. C 3ാമത്തെ ലെറ്ററാണ്, ABC. E 5ാമത്തെ ലെറ്ററാണ്. എല്ലാത്തിൻ്റെ ആദ്യത്തെ നമ്മൾ നോക്കുന്നുണ്ട്. G 7ാമത്തെ ലെറ്ററാണ്. ശരിയല്ലേ? ABCDEFG 7ാമത്തെ ലെറ്റർ. ഇപ്പോൾ 3 5 7. ഇനി 9ാമത്തെ ലെറ്റർ വരണം, I. അപ്പോൾ ഐയിൽ തുടങ്ങുന്ന ഓപ്ഷൻ ഒരാളെ ഉള്ളെങ്കിൽ അത് കറുപ്പിക്കാം. A അല്ല, D അല്ല, പിന്നെ 2 പേരേ ഉള്ളൂ. ഇതിനകത്ത് ആരാന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. അത് അടുത്ത ആളെ നോക്കുമ്പോൾ കിട്ടും. X എത്രാമത്തെ ലെറ്ററാണെന്ന് അറിയാമോ? 24ാമത്തെ ലെറ്ററാണ്. A1 B2 C3 അങ്ങനെ പോകുമ്പോൾ X 24ാമത്തതാണ്. V 22 ആണ്. ഇപ്പോൾ 2 കുറഞ്ഞതാണ്. T 20 ആണ്. അപ്പോൾ അടുത്ത 18ാമത്തെ ലെറ്റർ 6 വരും. അപ്പോൾ IR തുടങ്ങുന്ന ഓപ്ഷനെ നിലനിർത്തിയിട്ട് വാക്ക് കേട്ടാം. അപ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് വലിയൊരു ചോദ്യമാണ്. 7.5 ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ബ്രാക്കറ്റിനകം ചെയ്യണം കേട്ടോ. എന്നുവെച്ചാൽ ഈ പാർട്ട് നമുക്ക് ആദ്യം ചെയ്യാം. ഇതൊരു ബ്രാക്കറ്റിനകത്ത് കിടക്കുക. എന്നുവെച്ചാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണമെന്നർത്ഥം. ആഡ് ചെയ്യാം. 22.36 27.64 തമ്മിലങ്ങ് ആഡ് ചെയ്തു. 6 4 10 0 1 6 3 9 1 10 0 1 7 3 10 0 1 2 2 4 1 5. അതായത് 50 എന്ന് കിട്ടും. ഒരു സംഖ്യ മാത്രമായി. ഇതിപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സംഖ്യ മാത്രമായി. ഇപ്പോൾ അതിന് ബ്രാക്കറ്റ് വേണ്ട, മൈനസ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 36.57 3.43. ഡെസിമൽ എപ്പോഴും ഒരേ പോണക്ക് വരണേ. 7 3 10 0 ഇഷ്ടം 1 5 4 9 1 10 0 1 6 3 9 1 10 0 1 40. അപ്പോൾ 40 കിട്ടി. ഇനി ആലോചിച്ച് നോക്കാം. 50 40 10 അല്ലേ? ഇപ്പോൾ 7.5 × 10 എത്ര കിട്ടും? 75 കിട്ടത്തില്ലേ? അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ സി. ഓക്കെ, അടുത്തത് വീണ്ടും ഒരു ബോട്ട് മാസ് ആണ്. ഇവിടെ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് മുമ്പോട്ട് പോകണേ. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം, അതില്ല ഓഫ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം, അത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ആദ്യം നമുക്ക് ഡിവിഷൻ ചെയ്യാം. അപ്പോൾ 3 × ഈ 2 ഡിവൈഡ് ബൈ 2 അങ്ങ് ചെയ്യാം. 1 -4 അവിടെ പ്ലസ്. ഇതും കൂടെ നമുക്ക് കൂട്ടത്തിൽ ചെയ്യാം. ഓക്കെ, ഇതിന് വേറെ ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതങ്ങ് ചെയ്യാം. 5 × 2 10. ഓക്കെ, ഇനി നമുക്ക് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ. ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3 × 1 3 3 -4 + 10. 3 ൽ നിന്ന് 4 പോയാൽ -1 -1 + 10 എന്ന് പറഞ്ഞാൽ 9 കിട്ടും. ശരിയല്ലേ? അല്ല തന്നെ ചിന്തിച്ച് നോക്ക്. 10 ൽ നിന്ന് 4 പോട്ടെ. 10 ൽ നിന്ന് 4 പോയാൽ 6 6 3 കൂട്ടപ്പോൾ 9. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം. 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? 2/7 ഇതിനോട് എത്ര കൂട്ടിയാലാണ് 1 കിട്ടുന്നത്? വളരെ സിമ്പിളാണ്. ഒരു ഫ്രാക്ഷനോടൊപ്പം 1 കൂട്ടുന്നത് ഇതിൻ്റെ ഛേദം അതേപടി അങ്ങോട്ട് എഴുതുക. എന്നിട്ട് ഈ 7 ആവാൻ ഈ 2നോടൊപ്പം എത്ര കൂട്ടിയാൽ കിട്ടുമെന്ന് മാത്രം അന്വേഷിക്കുക. 5. ഇത്രയേ ഉള്ളൂ. അതായത് ഛേദം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഛേദം 1 എഴുതാം. എന്നിട്ട് 2 + 5 7 എഴുതാം. 7/7 1ആണല്ലോ. ക്ലിയർ ആണോ? ഒന്നുകൂടെ 2/7നോടൊപ്പം എത്ര കൂട്ടിയാൽ 1 കിട്ടുമെന്ന ചോദ്യം. എന്തായാലും ഛേദം നിങ്ങൾ അതേ സംഖ്യ കൊടുക്കുക. ഇനി 7ൽ നിന്ന് 2 കുറച്ച് മണ്ടയിലും കിട്ടാൽ മതി. 5. ഓക്കെ, 5/7 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഈ 3/8നോടൊപ്പം എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? നിങ്ങൾ ഈ ഛേദം അതേപടി ഇട്ടിട്ട് ഇപ്പോൾ നമ്മളുടെ വ്യത്യാസം എടുത്ത് മണ്ടയിൽ എഴുതിയാൽ മതി. 5/8. ഓക്കെ, ചുമ്മാ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം 5/7. 1 കിട്ടിയാലാണേ. 2 കിട്ടിയാലാണെങ്കിൽ പിന്നെ അപ്പുറത്തൊക്കെ കൊണ്ടുപോയി കുറയ്ക്കേണ്ടൊക്കെ വരും. 1ആണെങ്കിൽ നമുക്കൊന്നും പേടിക്കില്ല.
√0.01 ഇൻറ്റു √0.0025. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്ക് റൂട്ട് അങ്ങ് എടുത്താൽ പോരെ. 1ൻ്റെ റൂട്ട് എടുക്കാം 1. പക്ഷേ പോയിന്റിന് ശേഷം 2 സ്ഥാനമുണ്ട്. റൂട്ട് എടുത്ത് കഴിയുമ്പോൾ ഒരെണ്ണം വരും, എന്ന് വെച്ചാൽ 0.1 വരും. 0.1 ഇൻറ്റു 25ൻ്റെ റൂട്ട് എടുക്കുക 5. പോയിന്റിന് ശേഷം എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 4എണ്ണം. അപ്പോൾ അതിൻ്റെ പകുതി വരും റൂട്ട് എടുത്ത് കഴിയപ്പോൾ 2 എണ്ണം. ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരു 0 കൂടി ഇട്ട് കൊടുത്ത് 2 എണ്ണം ആക്കി. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് മൾട്ടിപ്ലൈ നേരത്ത് 1 5 കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 5 എത്ര കിട്ടും? 5. എന്നിട്ട് പോയിന്റിന് ശേഷം മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുക. 1, 2, 3 3 സ്ഥാനം എടുത്ത് മറ്റ് പോയിന്റ് ചെയ്യുക. ഒരെണ്ണം മാറാനുണ്ട്, 2 എണ്ണം മാറി, 3 എണ്ണം മാറി. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. 0.005. ഓപ്ഷൻ ഡി. ഓക്കെ. അടുത്ത 2 ഒറ്റസംഖ്യകളുടെ ഗുണനഫലം 621. 2 ഒറ്റസംഖ്യകൾ ഗുണിച്ചപ്പോൾ 621 കിട്ടി. തുക 50 ഈ ഓരോ ഒറ്റസംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റസംഖ്യകളുടെ ഗുണനഫലം എന്താണ്? ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാമേ. ഈ 621 നമുക്ക് ചുമ്മാ ഒന്ന് ഫാക്ടറൈസേഷൻ നടത്താം വെറുതെ. 6 2 8 1 9. ഇതിനെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 3 കൊണ്ട് പറ്റത്തില്ലേ? 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 621 3 കൊണ്ട് ഹരിച്ച് എത്ര കിട്ടും? 23 6, 2 അടങ്ങത്തില്ല 0, 7 3 21 207 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 6 3 18, ബാക്കി 2 27, 9 3 27. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 23 6 3 9. ഇനി 23നെ ഹരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. 3 × 3 9, 9 × 3 27. ഈ 27ഉം ഈ 23ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 621 കിട്ടും. ഇത്രയും സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും 621 കിട്ടും. ഈ 3 × 3 9, 9 × 23 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഖ്യ 207 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 621 കിട്ടും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ 621 2 സംഖ്യകളുടെ പ്രോഡക്റ്റ് ആക്കാൻ പറ്റും. 9 × 69 621, 3 × 3 9, 9 1 27, 27 × 23 621. അങ്ങനെ പല രീതിയിൽ എഴുതാം. ഓക്കെ, 1 × 621 621. ഇപ്പോൾ 2 ഒറ്റസംഖ്യകൾ മൾട്ടിപ്ലൈ ഇപ്പോൾ 621 കിട്ടിയെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് 2 ഒറ്റസംഖ്യയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കണ്ടീഷനോട് അവർ പറഞ്ഞിട്ടുണ്ട്, തുക 50. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് 27 23, അതിൻ്റെ തുക 50 അല്ലേ? 27 23 കൂടെ കൂട്ടിയാൽ 50 കിട്ടത്തില്ലേ? 27 23 കൂടെ കൂട്ടിയാൽ അപ്പോൾ സംഖ്യകൾ ഉറപ്പായിട്ട് ഇത് രണ്ടുമായിരിക്കും. 27 23. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് ഫാക്ടറൈസേഷൻ ചെയ്ത് നമ്മൾ എടുത്തതാണത്. അപ്പോൾ 27 23 ആ ഒറ്റസംഖ്യകൾ. ഇനി അടുത്ത സെൻറ്റൻസ് വായിക്കുക. ഈ ഓരോ ഒറ്റസംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റസംഖ്യകളുടെ ഗുണനഫലം എത്ര ആയിരിക്കും എന്നാ ചോദ്യം. ഈ ഓരോ ഒറ്റസംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റസംഖ്യകളുടെ ഗുണനഫലം. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. 27ൻ്റെ തൊട്ടടുത്തുള്ള ഒറ്റസംഖ്യ 29. 23ൻ്റെ തൊട്ടടുത്തുള്ള ഒറ്റസംഖ്യ എന്ന് പറഞ്ഞാൽ 25. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചിന്തിച്ച് നോക്കാം. 9 × 5 45, 5ൽ അവസാനിക്കും. എന്നുവെച്ചാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 5ൽ അവസാനിക്കുന്ന ഒറ്റ ഓപ്ഷൻ നമുക്കുള്ളൂ, ഓപ്ഷൻ ബി. ഇത്രയേ ഉള്ളൂ. ഒന്ന് മൾട്ടിപ്ലൈ നോക്കിയാലോ. 9 × 5 45, 4. അതിൽ 2 10 4 14. 9 2 18 1. ഈ 2 4 1 5. 5 8 4 12 1. 5 1 6 1 7 725. ഇത്രയേ ഉള്ളൂ. ഓക്കെ. 122 × 41 5002 ആയാൽ ഈ സാധനം എത്രയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ 120 ഈ പോയിൻ്റ് അങ്ങ് കളഞ്ഞിട്ട് 122 × 41 ചെയ്യും. ഈ സാധനം എഴുതും 5002. എന്നിട്ട് ഡെസിമലിന് ശേഷം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. 2. അപ്പോൾ 2 എണ്ണം എടുത്ത് മാറ്റി പോയിന്റ് ചെയ്യും. എന്ന് വെച്ചാൽ 50.02. ഓപ്ഷൻ സി. എളുപ്പമല്ലേ? അടുത്ത 5 സംഖ്യകളുടെ ശരാശരി 51. ഇതിൽ ചെറിയ സംഖ്യ ഇത്. പക്ഷേ ഈ ചോദ്യത്തിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. 5 തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്നാണ് പറയണമായിരുന്നു. പക്ഷേ അതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട്. എന്നാലും അവരുദ്ദേശിച്ചത് അതായിരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മളതങ്ങ് ചെയ്യുവാണ്. 5 സംഖ്യകളുടെ ശരാശരി 51 ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നടുക്ക് നിൽക്കുന്ന ആളായിരിക്കും 51. എപ്പോഴും ശരാശരി നടുക്ക് നിൽക്കുന്ന ആളായിരിക്കും. ഇത് എണ്ണൽ സംഖ്യയാണെന്ന് നമ്മളങ്ങ് വിചാരിക്കുകയാണ്. അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. 5 സംഖ്യകളെന്നേ പറഞ്ഞിട്ടുള്ളൂ. എണ്ണൽ സംഖ്യയാണെന്ന് നമ്മളങ്ങ് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അപ്പം 5 എണ്ണത്തിൽ ഒരാൾ നടുക്ക് നിന്നാൽ 2 എണ്ണം ഇപ്പുറത്തും കാണും, 2 എണ്ണം അപ്പുറത്തും കാണും. ഓക്കെ, 51ൻ്റെ തൊട്ടിപ്പുറത്ത് 50 കാണും, 50ൻ്റെ തൊട്ടിപ്പുറത്ത് 49 കാണും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, 51ൻ്റെ തൊട്ടപ്പുറത്ത് 52ഉം 53ഉം കാണും. അപ്പോൾ തുടർച്ചയായി ഈ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 51 കിട്ടും. അപ്പോൾ ചെറിയ സംഖ്യ ഏതെന്ന് വെച്ചാൽ 49 കർപ്പിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ആണെങ്കിൽ
അടുത്ത ക്വസ്റ്റ്യൻ, 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ട്? 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, അത് വളരെ സിമ്പിളാണേ. ആകെ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടെത്താൻ ഇപ്പോൾ 3 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? 3 അക്ക സംഖ്യകൾ പോട്ടെ. 2 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? 2 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 9 ഇട്ടിട്ട് 1 0, 90 എണ്ണം ഉണ്ട്. ഇതാ 2 അക്ക സംഖ്യകൾ. 3 അക്ക സംഖ്യകൾ എത്രയാണെന്ന് കണ്ടെത്താൻ ഒരു 9 ഇടുക, ബാക്കി 0 ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ 3 അക്കങ്ങൾ അതിനകത്ത് ഉണ്ടാവണം. ആ ഒരു കണ്ടീഷൻ വെച്ച് എഴുതി പോയാൽ മതി. 4 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ ആദ്യത്തെ 9 ബാക്കി 0 ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ 4 അക്ക ഒപ്പം നിർത്തിക്കോണം. 1 2 3 4, 9000 എണ്ണം ഉണ്ട്. 5 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ ഒരു 9 എഴുതുക, പിന്നെ 0 ഇട്ട് കൊടുക്കുക, 5 എണ്ണം ഒപ്പം നിർത്തിക്കോണം. 1 2 3 4 5, 90000 എണ്ണം ഉണ്ട്. 90000 ഓപ്ഷൻ എ കേട്ടോ. 2 അക്ക സംഖ്യ എത്ര എണ്ണം ഉണ്ട് എന്ന് വെച്ചാൽ 2 അക്കങ്ങളുള്ളതാ ഉത്തരം, ആദ്യത്തെ 9 ബാക്കി 0. 3 അക്ക സംഖ്യ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 3 അക്കങ്ങളുള്ള ഒരു സംഖ്യയാണ് ഉത്തരം, ആദ്യത്തെ 9 ബാക്കി 0. അപ്പോൾ 3 അക്കം ആദ്യത്തെ 9 ബാക്കി 0 ഇട്ട് കൊടുത്ത് ഉത്തരം പറഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ. 6 അക്ക സംഖ്യ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ 6 അക്കങ്ങളുണ്ട് അതിനകത്ത്. ഓക്കെ, ആദ്യത്തെ 9 ബാക്കി 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, -1/3, -2/9, -4/3 എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? ശ്രദ്ധിച്ചേക്ക്, ഈ മൈനസ് അവിടെ നിൽക്കട്ടെ. നമുക്കിതിൻ്റെ എല്ലാം ഛേദം സെയിം ആക്കാം. ഇവിടെ 9 കിടപ്പുണ്ട്. ഈ 3നെ നമുക്ക് 9 ആക്കാൻ പറ്റും, ഈ 3നെ നമുക്ക് 9 ആക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 3 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിനകത്തും അങ്ങ് ചെയ്തേക്കും. എന്തിനാ ചെയ്യുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. 3 × 1 3/9. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ കേട്ടോ. 2/9, 3 12/9. ക്ലിയർ അല്ലേ? ഇനി എല്ലാത്തിനും നെഗറ്റീവ് ചുമ്മാ ഇട്ട് കൊടുത്തേക്കാം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നിലവിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കാം എന്നതിന് തൊട്ട് മുമ്പായിട്ട്, നെഗറ്റീവ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വെറുതെ ഒരു കാര്യം പറയാം. 3/9, 2/9, 12/9. നിങ്ങൾ ആലോചിച്ചേക്ക്, ഛേദം സെയിം ആണെങ്കിൽ ശ്രദ്ധിക്കണം, ഛേദം സെയിം ആണെങ്കിൽ അംശം ചെറുതും അംശം വലുതുമായിരിക്കും. അപ്പോൾ ഛേദം സെയിം ആണെങ്കിൽ നിങ്ങൾ അംശം നോക്കിയിട്ട് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെറുതാരാ? 2/9 ആയിരിക്കും. ഇതിനകത്ത് നെഗറ്റീവ് ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലേ. പിന്നെ അതിനേക്കാൾ വലുതാരാ? 3/9 ആയിരിക്കും. ഇനി അടുത്ത 12/9 ആയിരിക്കും. ഇത് യഥാർത്ഥത്തിൽ നോർമലി പോസിറ്റീവ് സംഖ്യ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയേക്കുവാണ്. പക്ഷേ ഇതിനകത്ത് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ ഇത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് അങ്ങാവും. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ 2, 3, 5, 10 ഇത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമല്ലേ. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് എല്ലാത്തിനും ഒരു നെഗറ്റീവ് ഇട്ടുകൊടു. അപ്പോൾ അത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് കിടന്ന സംഖ്യ ഇപ്പം വലുതിൽ നിന്ന് ചെറുതിലോട്ടായില്ലേ. കാരണം നെഗറ്റീവ് സംഖ്യ, വലിയ സംഖ്യയ്ക്ക് നെഗറ്റീവ് വരുമ്പോൾ അതിൻ്റെ മൂല്യം കുറഞ്ഞു പോകത്തില്ലേ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വലുതിൽ നിന്ന് ചെറുതിലോട്ടായി. അപ്പം ഞാനിപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എഴുതി വെച്ചേക്കുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. പക്ഷേ നമ്മൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കപ്പം ഇത് വലുതിൽ നിന്ന് അങ്ങ് ചെറുതിലോട്ടാവും. അപ്പോൾ നമ്മുടെ ആരോഹണക്രമം 12/9, 3/9, 2/9 എന്നായിരിക്കും. ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഓക്കെ, ഇപ്പം നെഗറ്റീവ് ഇല്ലെങ്കിൽ ഇത് ചെറുത്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഇത് വലുതാവും. അപ്പോൾ അതങ്ങ് ലാസ്റ്റ് പോകും. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം. മേളിൽ താഴെ 3 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ -4/9, -1/3, -2/9. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് മാത്രം ഇനി നോക്കിയാൽ മതി. ഇതിപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയേക്കും ആരോഹണക്രമം. -4/3, 12നെ 9നെ നമ്മൾ 3 വെച്ച് കട്ട് ചെയ്തേ. അപ്പോൾ ഇവിടെ 3 വരും. -4/3, ഇവിടെ -4/3 ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ -1/3, -2/9. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഇതൊന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാമേ, ഇതിനകത്ത് ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം നെഗറ്റീവ് കളഞ്ഞിട്ട് ഉത്തരം കണ്ടുപിടിക്കുന്നു. 1/3, 2/9, 4/3. ഞാൻ ഛേദമല്ല സെയിം ആക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ മേളിലും താഴെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3/9, ഇവിടെ 2/9, ഇവിടെ മേളിലും താഴെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 12/9. എന്നിട്ടിത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് അങ്ങ് എഴുതുന്നു. ഇതിനകത്ത് ഏറ്റവും വലുതാര്? 12/9. പിന്നെ വലുതാര്? 3/9.
പിന്നെ വലുതാര് 2/9. ഓക്കെ, ഞാനിപ്പോൾ ഇത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിയേക്കുക. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിയേക്കുക. കാരണം ഛേദം സെയിം ആയി കഴിഞ്ഞാൽ അംശത്തിൻ്റെ വലുതായിരിക്കും വലുത്. ഇപ്പോൾ ഈ 12 ആയിരിക്കും വലുത്, പിന്നെ 3 ആയിരിക്കും വലുത്, പിന്നെ 2. ഇനി ഞാൻ ഇതിനെ കട്ട് ചെയ്ത് ചെറുതാക്കുന്നത് 12നെ 9നെ 3 വെച്ച് കട്ട് ചെയ്യുന്നു. 12നെ 3 ആയിട്ട് കട്ട് ചെയ്താൽ 4/3. ഇതിനെ 3 ആയിട്ട് കട്ട് ചെയ്താൽ 1/3. ഇവിടെ കട്ട് ചെയ്യേണ്ട 2/9. ഇനി എല്ലാത്തിനും നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ വലുതിലോട്ട് നിന്ന് ചെറുതിലോട്ട് എഴുതിയ സാധനം നെഗറ്റീവ് ഇട്ട് കൊടുത്തു കഴിയുമ്പം ചെറുതിൽ നിന്ന് വലുതിലോട്ടാവും. മീൻസ് ആരോഹണക്രമത്തിലാവും. അപ്പോൾ ഈ സാധനം ആരോഹണക്രമത്തിലായി, ഇതിപ്പോൾ ആരോഹണക്രമത്തിലായി. അപ്പോൾ -4/3, -1/3, -2/9. വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതിയേക്കുന്ന കുറച്ച് സംഖ്യകളായത്. ഓക്കെ, ഇത് വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ്. പക്ഷേ ഞാൻ ഇതിനെല്ലാം ഒരു നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ ഇത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന അവസ്ഥയിലോട്ട് മാറും. ഓക്കെ, ആ ഒരു രീതി വെച്ച് നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. അടുത്തത്, 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം, ഇങ്ങനെയുള്ള സൗജന്യത്തിനകത്ത് ഡിസ്കൗണ്ട് ശതമാനം കണ്ടെത്താനേ നമ്മുടെ കയ്യിൽ സൗജന്യമായിട്ട് എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കണം. ഫ്രീ ആയിട്ട് നമുക്ക് എത്ര എണ്ണം കിട്ടി ബൈ നമ്മളൊരു കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച് വെളിയിൽ ഇറങ്ങപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം എത്ര ടോട്ടൽ പ്രോഡക്റ്റ് ഉണ്ട് ഇൻറ്റു 100. ഇതാ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടെത്താനുള്ള റിസൾട്ട്. നമുക്ക് 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടും. അപ്പം സൗജന്യം കിട്ടിയത് 1. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എത്ര പേന കാണും നമ്മുടെ? 3 പേന നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോൾ 1 പേന സൗജന്യം കിട്ടും. 4 പേന കാണത്തില്ലേ? 4 താഴെ വരും ഇൻറ്റു 100. 4 100 കട്ട് ചെയ്ത് 25. 25% ഉത്തരം ഓപ്ഷൻ ഡി. ഓക്കെ, 3 വ്യത്യസ്ത റോഡ് ക്രോസിങ്ങിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30 സെക്കൻഡ്, 36 സെക്കൻഡ്, 48 സെക്കൻഡ് എന്നീ സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ്? ഇത് LCM-ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ട്രാഫിക് ലൈറ്റുകൾ ഒരുമിച്ച് കത്തുന്നതോ അണയുന്നതോ ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഇടവേളകൾ തരുന്നു. പിന്നീട് അത് എപ്പോഴാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾ LCM കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 30, 36, 48 ഇതിൻ്റെ LCM. ഓക്കെ, അപ്പോൾ ഇത്ര സെക്കൻഡാണേ, സെക്കൻഡ്. അപ്പോൾ നമുക്കിതിൻ്റെ LCM കണ്ടുപിടിക്കാം. നമുക്ക് എല്ലാത്തിനെയും ഒരു 6 വെച്ച് കെട്ടിയാൽ അല്ലേ? 30നെ 6 ആയിട്ട് കെട്ടിയത് 5, 36നെ 6, 48നെ 6 ആയിട്ട് കെട്ടിയത് 8. ഇനി നിങ്ങൾക്ക് 6നെ 8നെ 2 വെച്ച് കെട്ടിയാം. അപ്പോൾ 5, 3, 4. ഇനി പറ്റത്തില്ലല്ലോ, അപ്പോൾ വട്ടം കിടക്കുന്ന മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6 × 2 × 5 × 3 × 4. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്. 2 10, 3 12, 12 6 72, 720 സെക്കൻഡ്. അപ്പോൾ 720 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 720-നകത്ത് എത്ര 60 ഉണ്ടെന്ന് നോക്കിയാൽ പോരെ? 12 എണ്ണം ഇല്ലേ? 12 മിനിറ്റ്. 720-നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അപ്പം മിനിറ്റ് ആയിക്കോളും കേട്ടോ. 12 6 72, 720. ഓക്കെ, അപ്പോൾ 720 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 12 മിനിറ്റാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പോൾ 12 മിനിറ്റ്, 12 × 6 720 സെക്കൻഡ്. അപ്പോൾ 12 മിനിറ്റ് കഴിയപ്പോൾ ഇത് ഒരുമിച്ച് എന്തോന്ന് മാറും. അപ്പോൾ 12 മിനിറ്റ് ഓപ്ഷൻ ഡി.